എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഇറച്ചി പത്തിരിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിത് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുകയില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നോർമൽ വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ചിക്കൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബീഫാണ് എടുക്കുന്നതെങ്കിൽ ബീഫ് മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം കുറച്ച് ഗരം മസാല കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളായിട്ട് ഞാൻ ആകെ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചമുളകിൻ്റെ അളവ് ഒന്നുകൂടി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യാം. അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പൊടികളുടെ റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കന് പകരം വേണമെങ്കിൽ ബീഫും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിൽ അധികം മസാലപ്പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. ഇനി നമുക്ക് ആദ്യം പത്തിരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പത്തിരി പ്രസ്സിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് പത്തിരി പ്രസ്സിൻ്റെ 2 സൈഡിലും ആദ്യം ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പകരം വേണം നമുക്ക് പരത്തിയെടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമ്മുടെ മാവിൽ കുറച്ച് ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പത്തിരി പ്രസ്സിൻ്റെ മേലേക്ക് നമ്മുടെ ബോൾ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പത്തിരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അധികം അങ്ങോട്ട് വെച്ച് കൊടുക്കണ്ട, കാരണം ഇത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡ് വശമൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പത്തിരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഷേപ്പൊക്കെ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കും ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വശം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡ് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക, ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫില്ലിങ് പുറത്ത് പോകും. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ അടുത്ത പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ നേരത്തെ ചൂടാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പത്തിരി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തിരിയൊക്കെ എണ്ണ കുടിച്ചിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് തിരിച്ചും മറിച്ചുവിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിന് ഒരു 21 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിൽ അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.